കൂടാതെ സ്നേഹിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല ദൈവമേ, ഈ നല്ല രാത്രി സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ തീരുമാനിച്ച് കർത്താവേ തുടങ്ങിയ ഈ കൺവെൻഷന്റെ 2ാം ദിവസത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം കർത്താവ് അങ്ങയുടെ വചനം ഞങ്ങളോട് സംസാരിക്കുവാനിടയായല്ലോ. കേൾക്കപ്പെട്ട വചനം ജീവിതത്തിൽ നഷ്ടമായി പോകാതെ വണ്ണം കർത്താവെ അത് 100 പേര് ഫലപ്രദപ്പെടുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കാലവും വിതയ്ക്കുന്ന വിത്തും വചനവും കർത്താവെ അത് 100 പേര് ഫലപ്രദപ്പെടുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല നിലത്ത് വീണ വിത്ത് പോലെ കർത്താവെ അത് തക്ക സമയത്ത് ഫലം കായ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം. ഇന്ന് രാത്രി കാലം തിരു സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കാലം അങ്ങനെ സത്യത്തിൽ ആത്മാവിൽ ആരാധിപ്പാൻ അവിടുത്തെ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാഗ്ദത്ത പ്രകാരം ഞങ്ങളുടെ നടുവിലുള്ളതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഇന്ന് രാത്രി കാലം കടന്നു വരുന്ന എല്ലാവരും സന്തോഷവും അനുഗ്രഹവും പ്രാപിപ്പാൻ, വിടുതൽ പ്രാപിപ്പാൻ, സൗഖ്യം പ്രാപിപ്പാൻ ഇന്ന് രാത്രി കാലം ഇടയാക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വചനം ശുശ്രൂഷിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ കർത്താവേ ജീവിതത്തിൽ വിടുതൽ ഉണ്ടാകുവാൻ, പരിവർത്തനം ഉണ്ടാകുവാൻ, രൂപാന്തരം ഉണ്ടാകുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. ആദ്യയുടെ അവിടുന്ന് ഭരിച്ചു നടത്തണം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കണമേ, നല്ല പിതാവേ. ആമേൻ. തുടർന്നുള്ള അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 31-ാം വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 31-ാം വാക്യം. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യം. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചു, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോഴെല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. മാനസാന്തരത്തിന്റെ സൈദ്ധാന്തിക വേദശാസ്ത്ര വശം അല്പം പറഞ്ഞതിന് ശേഷം വായിച്ച വാക്യത്തിലേക്ക് പ്രവേശിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. നമ്മൾ ഇന്നലെ ചിന്തിച്ചത്, നമ്മൾ ഏതൊക്കെ കാര്യങ്ങളിലാണ് മനസ്സിന് മാറ്റം ഉണ്ടാകേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ധാരണ പിശകുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ 1 by 1 ആയിട്ട് ഏതാനും ചിന്തിക്കുകയായിരുന്നു. എന്നാൽ ഈ മാനസാന്തരം പ്രസക്തമായിരിക്കുന്നത്, ബാധകമായിരിക്കുന്നത് ആർക്കാണ്? എല്ലാവർക്കും മാനസാന്തരം ബാധകമല്ല. മാനസാന്തരം ബാധകമായിരിക്കുന്നത് ആർക്കാണെന്ന് ബോധ്യമാകുമ്പോഴാണ് നമ്മൾ എത്രയധികം മാനസാന്തരപ്പെടണമെന്ന് നമുക്ക് അറിവുണ്ടാകുന്നു. മനുഷ്യകുലത്തിൽപ്പെട്ടവർക്കെങ്കിലും ചിലർക്ക് മാനസാന്തരം ബാധകമല്ല. ഒന്ന്, ശിശുക്കൾ ഏത് മതത്തിൽപ്പെട്ടവരുമായിക്കൊള്ളട്ടെ, അവർക്ക് എന്ത് ബാധകമല്ല? മാനസാന്തരം ബാധകമല്ല, പ്രസക്തമല്ല. കാര്യമെന്താ? ഈ കാര്യങ്ങൾ ഗ്രഹിക്കത്തക്കവണ്ണമുള്ള ബുദ്ധിവൈഭവം അവർക്കില്ല. രണ്ടാമതൊരു കൂട്ടർ ആരാണെന്ന് ചോദിച്ചാൽ മന്ദബുദ്ധികൾ. ആജീവനാന്തം മന്ദബുദ്ധികളായവർ, മാനസിക രോഗികളായവർ, അങ്ങനെയുള്ളവർക്കും മാനസാന്തരം ബാധകമല്ല. കാരണം ഇത്രയേ ഉള്ളൂ, ഈ പറയുന്ന കാര്യങ്ങളെ ഗ്രഹിക്കുവാൻ തക്കവണ്ണം അവർക്ക് ബുദ്ധി വളർച്ചയില്ല. അപ്പോൾ മറുവശത്ത് നമ്മൾ എന്തുകൊണ്ടാണ് മാനസാന്തരപ്പെടേണ്ടത്? നമ്പർ 1, നമ്മൾ ശിശുക്കളല്ല, അതുകൊണ്ട് മാനസാന്തരപ്പെടണം. എന്തുകൊണ്ട് മാനസാന്തരപ്പെടണം? നമ്മൾ മന്ദബുദ്ധികളോ മാനസിക രോഗികളോ അല്ല, അതുകൊണ്ട് മാനസാന്തരപ്പെടണം. പലപ്പോഴും മാനസാന്തരത്തിന് ദൈവാത്മാവ് ഉള്ളിൽ പ്രേരണ നൽകുകയും കാര്യങ്ങൾ ഗ്രഹിക്കുകയും ചെയ്തിട്ടും പലരും മാനസാന്തരപ്പെടാറില്ല. മറുവശത്ത് അവർക്ക് ശിക്ഷ അധികമാണ്, ഗൗരവം അവരോടുള്ള ബന്ധത്തിൽ വളരെ കൂടുതലാണ്. കാര്യമെന്താ? അതിനുള്ള ശേഷി ഉണ്ടായിട്ട്, പ്രാപ്തി ഉണ്ടായിട്ട് അതിന് സന്നദ്ധരാകുന്നില്ല എന്നുള്ളത് കൊണ്ട്. അതുപോലെ തന്നെ മാനസാന്തരം നമുക്ക് ബാധകമായിരിക്കുന്നത് എന്തുകൊണ്ടാ? അതിന് വലിയ റീസൺ ഉണ്ട്. ദൈവം എത്ര ശക്തനാണെങ്കിലും, ദൈവം എത്ര ജ്ഞാനിയാണെങ്കിലും, ദൈവം പോലും വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളുണ്ട് കേട്ടോ. ദൈവം മാത്രം വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങളുണ്ട്.
എന്താ ദൈവം മാത്രം വിചാരിച്ചാൽ നടക്കാത്ത കാര്യം? മാനസാന്തരപ്പെടാത്ത ഒരുത്തനെ സ്വർഗത്തിൽ എത്തിക്കുവാൻ ദൈവത്തെ കൊണ്ടൊക്കുകയില്ല. അതെന്താ? കാരണമുണ്ട്. ദൈവം മനുഷ്യന് നൽകിയ പ്രത്യേകതയില്ല, അടിസ്ഥാനപരമായ പ്രത്യേകതയാണ് മറ്റ് സൃഷ്ടികൾക്കില്ലാത്ത, മൃഗങ്ങൾക്കില്ലാത്ത, ജീവികൾക്കില്ലാത്ത പ്രത്യേകത. എന്താ? ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപം ദൈവം നമുക്ക് തന്നു. എന്താ അതിന്റെ അർത്ഥം? ദൈവം തന്റെ സാദൃശ്യത്തിൽ, സ്വരൂപത്തിൽ നമ്മെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: ദൈവത്തിന്റെ മാത്രം കുത്തകയായിരുന്ന തീരുമാനശേഷി, അഭിപ്രായ സ്വാതന്ത്ര്യം, വകതിരിവ് ഇവ തന്ന ദൈവം നമ്മെ ഉണ്ടാക്കിയെന്ന അതിന്റെ അർത്ഥം. ദൈവം ഇത് നമുക്ക് തന്ന സ്ഥിതിക്ക് ഇനിയിപ്പം നാം സ്വർഗത്തിൽ എത്തണമെങ്കിൽ ദൈവം മാത്രം വിചാരിച്ചാൽ പോരാ, നമ്മളും കൂടെ വിചാരിച്ചെങ്കിലേ ഒക്കുള്ളൂ. നമ്മൾ മാനസാന്തരപ്പെടണ്ടായിരുന്നു, മന്ദബുദ്ധിയായിരുന്നെങ്കിൽ, മാനസാന്തരപ്പെടണ്ടായിരുന്നു, ശൈശവഘട്ടത്തിൽ മരിച്ചു പോയിരുന്നെങ്കിൽ. എന്നാൽ ദൈവത്തിന്റെ തനിമ ദൈവം നമുക്ക് തന്ന ആ സാദൃശ്യ സ്വരൂപം എന്ന് പറയുന്ന അനുഭവത്തിൽ തീരുമാനശേഷി ദൈവം തന്നപ്പോൾ, അഭിപ്രായ സ്വാതന്ത്ര്യം ദൈവം തന്നപ്പോൾ, വകതിരിവ് ദൈവം നമുക്ക് തന്നപ്പോൾ, ഇനിയിപ്പോൾ എന്തു വേണം? നമ്മളും കൂടെ വിചാരിച്ചെങ്കിലേ നാം സ്വർഗത്തിൽ എത്തുകയുള്ളൂ. ദൈവം മാത്രം വിചാരിച്ചാൽ ഒക്കുകയില്ല. തീരുമാനശേഷി ദൈവം തന്നതാ. അതുപയോഗിച്ച നാം അനുദിന ജീവിതത്തിൽ ഓരോ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്. നമ്മൾ സിംഗപ്പൂരിലെത്തി, ഉദ്യോഗത്തിലായിരിക്കുന്നു. എങ്ങനെ ഇതൊത്തത്? നമുക്ക് സമ്പാദ്യമുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആസ്തിയുണ്ട്. ഇതൊക്കെ എങ്ങനെ ആർജിച്ചത്? നമുക്ക് വിദ്യാഭ്യാസമുണ്ട്, നമ്മുടെ കാര്യങ്ങൾ നടത്തുവാനുള്ള ശേഷി നമുക്കുണ്ട്. ഇതൊക്കെ എങ്ങനെ ഒത്തത്? മന്ദബുദ്ധിയായിരുന്നെങ്കിൽ ഒക്കുമായിരുന്നോ? മാനസിക രോഗിയായിരുന്നെങ്കിൽ ഒക്കുമായിരുന്നോ? ശൈശവ സ്ഥിതിയിൽ തുടർന്നിരുന്നെങ്കിൽ ഇതൊക്കുമായിരുന്നോ? ഇല്ല. അപ്പൊ നമ്മളാക്കിയത് എന്താ? നമ്മുടെ വകതിരിവ്, ദൈവം നമുക്ക് തന്ന തീരുമാനശേഷി, ദൈവം നമുക്ക് തന്ന അഭിപ്രായ സ്വാതന്ത്ര്യം, ഇവയൊക്കെ തക്കയോഗ്യമായി ഉപയോഗിച്ച് കൈക്കൊണ്ട തീരുമാനമാണ് നമ്മെ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത്. എന്നാൽ ഓർക്കണം, അതിന് മാത്രമായിട്ട് ദൈവം തന്നതല്ല ഇത്. ഉദ്യോഗം ഭരിക്കാന്, വീട് വെക്കുവാന്, ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുവാന്, ഏത് രാജ്യത്ത് പാർക്കണം, എന്ത് ഉദ്യോഗം ചെയ്യണം എന്നൊക്കെ മാത്രമായി തീരുമാനിക്കുവാൻ, അതിനായി പരിമിതപ്പെടുത്തിയല്ല ദൈവം എന്ത് തന്നത്? തീരുമാനശേഷി നമുക്ക് തന്നത്, വകതിരിവ് തന്നത്, അഭിപ്രായ സ്വാതന്ത്ര്യം തന്നത്, ദൈവത്തിന്റെ തനിമ നമുക്ക് തന്നത്. ദൈവം ഇതൊക്കെ നമുക്ക് തന്നപ്പോൾ അതിനേക്കാൾ ഉപരിയായ ഒരു ഉദ്ദേശം ദൈവത്തിനുണ്ട്. അതിനപ്പുറത്തായ ഒരു ഉദ്ദേശം ദൈവത്തിനുണ്ട്. ജീവനുള്ള ദൈവത്തെ തിരിച്ചറിഞ്ഞ് അവന്റെ വഴികളിൽ നടക്കണം. അതിന് നമ്മെ കൊണ്ട് കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം പാഴാകുക. നമ്മുടെ പ്രത്യേകത നമ്മുടെ ബാങ്ക് ബാലൻസ് അല്ല, നമ്മുടെ അസറ്റ്സ് അല്ല, നമ്മുടെ ക്വാളിഫിക്കേഷൻ അല്ല, നമ്മുടെ പോസ്റ്റ് അല്ല, പൊസിഷൻ അല്ല, കേട്ടോ, നമ്മുടെ പോപ്പുലാരിറ്റി അല്ല. നമ്മുടെ പ്രത്യേകത ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയുവാൻ, ദൈവം തന്ന ശേഷി ദൈവോന്മുഖമായി വിനിയോഗിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. അതിന് കഴിയുന്നില്ലെങ്കിൽ ജീവിതം വ്യർത്ഥമാണ്, ജീവിതം പാഴാണ്. ഈ ജീവിതം കൊണ്ടൊരു കഥയില്ല, കേട്ടോ. ദൈവത്തിന്റെ അന്തസ്സ്, ദൈവത്തിന്റെ മാന്യതയുടെ ഭാഗമായ എന്താ? ദൈവം തന്ന ശേഷിയെ ചോദ്യം ചെയ്യാതിരിക്കുക എന്നുള്ളത്. ദൈവത്തിന്റെ മാത്രം കുത്തകയായിരുന്നു ഇത്. ഏത്? അഭിപ്രായ സ്വാതന്ത്ര്യ, തീരുമാനശേഷിയും. അത് ദൈവം നമുക്ക് തന്നപ്പോൾ ദൈവം എന്തും കൂടെ തന്നെന്നറിയാമോ? അതിന്റെ അകത്തെ അന്തസത്തയുടെ തന്നു, അല്ലെങ്കിൽ അത് ഇന്റർഫിയർ ചെയ്യാതിരിക്കുവാനുള്ള മാന്യതയുടെ ദൈവം പാലിക്കുന്നുണ്ട്. എന്താ ഈ സുവിശേഷ യോഗത്തിന്റെ പ്രസക്തി? ദൈവം തന്ന ആ ശേഷി, അതിന്റെ ഗൗരവം തിരിച്ചറിയുവാൻ ദൈവം ഒരു മുഖാന്തരമായിട്ട് ഈ യോഗവും ഉപകരിപ്പിക്കുകയാണ്. ദൈവിക സന്ദേശം നാം കേൾക്കുമ്പോൾ, ദൈവം നമ്മോട് പറയുന്ന ആജ്ഞ എന്താണെന്ന് കേൾക്കുവാൻ അവസരം ലഭിക്കുമ്പോൾ, സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്? ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിച്ച കാര്യം നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയാണ്, ബോധ്യമാകുകയാണ്, തെളിവായി മനസ്സിലാക്കപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചു,
ദൈവവിശ്വാസം കൊണ്ട് ചിലർ പരിമിതപ്പെടുന്നതായിട്ട്, അല്ലെ അത് മതി എന്ന് ചിന്തിക്കുന്നവർ. പല പേരിൽ മനുഷ്യർ വിളിക്കുന്നു, ആളൊന്നാ. തിരിച്ചെനിക്കൊരു ചോദ്യം ചോദിക്കുവാനുണ്ട്. ആളൊന്നാന്നോ? ആളൊന്നാണ് പ്രശ്നമില്ലെന്ന്. ആളൊന്നാണ് പ്രശ്നമില്ല. സജി എന്നും ജെയിംസ് എന്നും ഡാഡി എന്നും പാസ്റ്റർ എന്നും എടാ എന്നും സൈച്ച എന്നും ഒക്കെ വിളിച്ചപ്പോൾ ആളൊന്നാ, പ്രശ്നമില്ല. എന്നാൽ ഇവിടെ പല പേരിൽ വിളിച്ചപ്പോൾ ആള് മാറിപ്പോയി കേട്ടോ. എന്താ തെളിവ്? ഒരാൾ പറയുന്നു ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിലോ താഴെ ഭൂമിയിലോ വെള്ളത്തിലോ ഉള്ള യാതൊന്നിന്റെയും പ്രതിമയരുത്. മറ്റേ പുള്ളിയോ? ഇവിടെ പല പേരെ വിളിച്ചപ്പോൾ ആശയത്തിലൂടെ മാറ്റം വന്നു, അസ്തിത്വത്തിന് മാറ്റം വന്നു, ആദർശത്തിന് മാറ്റം വന്നു, അതിനെ നയിക്കുന്ന ചിന്തകൾക്ക്, തത്വങ്ങൾക്ക് വ്യത്യാസം വന്നെന്നേ. ഒരു ദൈവം പറയുന്നു മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കിയില്ലെന്ന്. ചില ദൈവങ്ങൾക്ക് എന്തുവാ നിവേദിക്കേണ്ടത്? മദ്യമാണ്. ഇവിടെ പല പേരിൽ ദൈവങ്ങളെ വിളിച്ചപ്പോൾ എല്ലാം ശരിയാ, എല്ലാം ഒന്ന് തന്നെയാ എന്നാരെങ്കിലും ചിന്തിച്ചെങ്കിൽ തെറ്റിപ്പോയി. എല്ലാം ദൈവമല്ല, ദൈവം ഒരുവനേ ഉള്ളൂ. ആ ദൈവത്തിന്റെ പേര് യേശു ക്രിസ്തു എന്ന. നാം വായിച്ച വാക്യത്തിലേക്ക് വരാം. നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന പേർ വിളിക്കണം. മസ്തിഷ്കത്തിൽ ഗർഭം ധരിക്കണം. ദൈവത്തെ കുറിച്ചുള്ള ചിന്ത, ദൈവാസ്തിത്വബോധം മസ്തിഷ്കത്തിൽ ഗർഭം ധരിക്കും. അത് ചൈനക്കാരനുമുണ്ട്, വിയറ്റ്നാമീസിനുമുണ്ട്, സിംഗപ്പൂരുകാരനുമുണ്ട്, ഇന്ത്യക്കാരനും അമേരിക്കക്കാരനും എല്ലാം ബോധ്യമുണ്ട്. ഒരു ദൈവം അവന്റെ തലയ്ക്കകത്തെ ബുദ്ധിമണ്ഡലത്തിൽ അങ്ങനെ ഒരു വിചാരം സ്വതവേ ദൈവം കൊടുത്തിരിക്കുക മനുഷ്യനുണ്ട്. എനിക്കൊരു സൃഷ്ടികർത്താവ് നിശ്ചയമായും കാണുമല്ലോ. ഞാൻ യാന്ത്രികമായി സംജാതമായതായിരിക്കില്ലല്ലോ, വെറും ഒരു കെമിക്കൽ ഇക്വേഷൻ അല്ലല്ലോ ഞാൻ. എനിക്കൊരു അസ്തിത്വമുണ്ടെങ്കിൽ ഇത് തന്ന ഒരാളുണ്ടല്ലോ. ഈ ചിന്ത അങ്ങനെ ഗർഭം ധരിക്കുന്ന ആ അപരിമേയനെ, ആ സൃഷ്ടികർത്താവിനെ ഇഷ്ടമുള്ള പേര് വിളിക്കാൻ അനുവാദമില്ല. നീ അവൻ എന്ത് പേർ വിളിക്കണം? യേശു എന്ന് പേർ വിളിക്കണം. യേശു എന്ന് പേർ വിളിക്കണം. എന്തുകൊണ്ട് യേശു എന്ന് പേർ വിളിക്കണം? യേശു മാത്രമേ ഉള്ളൂ രക്ഷിക്കുന്നവൻ. യേശു എന്ന പദത്തിന്റെ അർത്ഥം എന്താ? രക്ഷിക്കുന്ന ദൈവം, രക്ഷകനായ ദൈവം. ബാക്കി ദൈവങ്ങൾ ദൈവമെന്ന് അവകാശപ്പെടുമ്പോൾ അവരൊക്കെ ആരാ? മനുഷ്യർ ദൈവങ്ങളാകാൻ ശ്രമിക്കുന്നവരാ. എന്നാൽ എന്റെ യേശുവിന്റെ പ്രത്യേകത, അവൻ ദൈവം മനുഷ്യനായി അവതരിച്ചതാണ്. ഇവിടെ ഇഷ്ടം പോലെ ദൈവപ്രതിനിധികൾ എന്ന് അവകാശപ്പെടുന്നവരുണ്ട്, അവതാര പുരുഷന്മാരെന്ന് അവകാശപ്പെടുന്നവരുണ്ട്. അവരുടെയൊക്കെ പ്രത്യേകത, അവർ മനുഷ്യർ ദൈവങ്ങളാകാൻ ശ്രമിക്കുക. യേശുവിന്റെ പ്രത്യേകത, ദൈവം മനുഷ്യനായി അവതരിച്ചതാണ്. ഇന്ന് രാത്രി ആ ദൈവപുത്രനെ, ആ ദൈവത്തെ തിരിച്ചറിയുവാൻ കഴിഞ്ഞതാണ് നമ്മുടെ ഏറ്റവും വലിയ ധന്യത. നീ അവനെ യേശു എന്ന പേർ വിളിക്കണം. എന്തുകൊണ്ട് യേശു എന്ന് പേർ വിളിക്കണം? യേശു മാത്രമേ ഉള്ളൂ ദൈവം മനുഷ്യനായി അവതരിച്ചത്. ഭൂമിയിൽ സ്ത്രീ പുരുഷ സമ്പർക്കം കൂടാതെ ആരെങ്കിലും ജനിച്ചെങ്കിൽ, കന്യക ഗർഭിണിയായി, പരിശുദ്ധാത്മാവിൽ ആരെങ്കിലും ജാതനായെങ്കിൽ, അത് ഒരുവൻ മാത്രമേ ഉള്ളൂ. അവന്റെ പേരാണ് യേശു ക്രിസ്തു. യേശു മാത്രമേ ഉള്ളൂ. പിശാചുക്കൾ അലറിയത്, നീ ദൈവപുത്രൻ. യേശുവിനെ കുറിച്ച് മാത്രമേ സ്വർഗത്തിൽ നിന്ന് ശബ്ദം കേട്ടുള്ളൂ. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശു മാത്രമേ അവകാശപ്പെട്ടുള്ളൂ. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. യേശു മാത്രമേ അത്ഭുതം, അടയാളം, വീര്യപ്രവർത്തികളിലൂടെ ദൈവപുത്രനെ തെളിയിച്ചവനായിട്ടുള്ളൂ. യേശു മാത്രമേ ഉള്ളൂ നിങ്ങളിൽ ആർക്ക് എന്റെ പാപത്തെ കുറിച്ച് ബോധം വരുത്താമെന്ന് വെല്ലുവിളിച്ച് ചോദിച്ചത്. വെറുതെ നമ്മൾ യേശുവിനെ ദൈവമാക്കണ്ട കേട്ടോ. യേശു മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു അവകാശം ഉന്നയിച്ചു. എന്നിട്ടും ഈ യേശു എന്ത് ചെയ്തു? ക്രൂശിക്കപ്പെട്ടു. ആ ക്രൂശിക്കപ്പെട്ട സംഭവം എന്തല്ല, ഒരു കൊലപാതകമല്ല, ഒരു രക്തസാക്ഷിത്വമല്ല കേട്ടോ. യേശുവിന്റെ മരണം എങ്ങനെയുള്ളതാ? യേശുവിന്റെ മരണം ആത്മഹത്യയല്ല, യേശുവിന്റെ മരണം കൊലപാതകമല്ല, യേശുവിന്റെ മരണം തൂക്കിലേറ്റല്ല, യേശുവിന്റെ മരണം രക്തസാക്ഷിത്വ മരണമല്ല കേട്ടോ.
യേശുവിന്റെ മരണം സ്വാഭാവിക മരണമല്ല. എന്റെ യേശുവിന്റെ മരണം പ്രായശ്ചിത്ത ബലിമരണമായിരുന്നു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പകരമായിട്ട് യേശു മരിക്കുകയായിരുന്നു. പ്രായശ്ചിത്ത ബലിമരണമായിരുന്നു. പോരാ, യേശു എന്തുകൊണ്ട് യേശുവിനെ നമ്മൾ രക്ഷകനായി സ്വീകരിക്കണം? നമ്മുടെ ദൈവത്തെ യേശു എന്ന് പേർ വിളിക്കണം. യേശു മാത്രമേ ഉള്ളൂ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ്. വേറെ ആളുകൾ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്, അവരെല്ലാം പിന്നെ മരിച്ചു. എന്നാ എന്റെ യേശു എന്ത് ചെയ്തു? മരിച്ചവരിൽ നിന്ന് ആദ്യഫലമായി ശക്തിയോട് ഉയർത്തെഴുന്നേറ്റു. പോരാ, യേശു മാത്രമേ ഉള്ളൂ ശിഷ്യന്മാർക്കാണെങ്കിൽ സ്വർഗാരോഹണം ചെയ്തത്. യേശു മാത്രമേ ഉള്ളൂ വീണ്ടും വരാമെന്ന് വാഗ്ദത്തം പറഞ്ഞത്. എന്തുകൊണ്ട് ഇന്ന് രാത്രി നാം ഇവിടെ കൂടിയിരിക്കുന്നു? റീസൺ ഇത്രയേ ഉള്ളൂ, നമ്മുടെ യേശു മരിച്ച് മൺമറഞ്ഞവനല്ല, അവൻ വീണ്ടും വരുന്നവനാണ്. ഇന്ന് രാത്രിയാണോ നാളെ രാത്രിയാണോ നാളെ പകലാണോ നാം അറിയുന്നില്ലെന്നേ ഉള്ളൂ. എന്റെ യേശു മടങ്ങി വരും. ലോകസംഭവങ്ങൾ അതെ വിളിച്ചറിയിക്കുന്നു. തിരുവചനത്തിൽ നാം കാണുന്ന സംഭവങ്ങൾ ഒന്നൊന്നായി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക. ഭൂമിയുടെ അച്ചുതണ്ടിന് പോലും ചലനം സംഭവിച്ചിരിക്കുന്നതായിട്ട് ചിലിയിലെ ഭൂകമ്പത്തിന് ശേഷം ശാസ്ത്രജ്ഞന്മാർ പ്രസ്താവിച്ചിരിക്കുകയാണ്. 24 മണിക്കൂറിന്റെ ആ മണിക്കൂറുകളിലെ സെക്കൻഡുകൾക്ക് വ്യത്യാസം വന്നിരിക്കുന്നതായിട്ട് ശാസ്ത്രജ്ഞന്മാര് പറഞ്ഞിരിക്കുകയാണ്. ഇവയെല്ലാം കാണുമ്പോൾ എന്താ തെളിയിക്കുന്നത്? നമ്മുടെ കർത്താവിന്റെ വാഗ്ദത്തം അവിടെ ഇവിടെ ഭൂകമ്പം ഉണ്ടാകും. കർത്താവിന്റെ വരവിന്റെ ലക്ഷണമാണ്. കഴിഞ്ഞ 50 വർഷത്തിനകം നടന്ന അത്രയും ഭൂകമ്പം ലോക ചരിത്രത്തിൽ അതിനു മുൻപ് നടന്നിട്ടില്ല. ഇതൊക്കെ കാണുമ്പോൾ എന്താ അത് തെളിയിക്കുന്നത്? എന്റെ കർത്താവ് വരാറായി, യേശു വരാറായി. വെറുതെ നമ്മുടെ ദൈവത്തെ യേശു എന്ന് വിളിക്കണ്ട. യേശു മാത്രമേ ഉള്ളൂ ദൈവം. അതുകൊണ്ടാണ് യേശുവിനെ ദൈവം എന്ന് കർത്താവ് എന്ന് നാം വിളിക്കണം. യേശുവിന്റെ ക്ലെയിം എന്താ? ഞാൻ തന്നെ വഴി. വഴി എന്താ ഈ വഴി എന്ന് പറഞ്ഞാൽ? ഞാൻ മാത്രം മാർഗം. ഞാനും കൂടെ എന്നല്ല പറഞ്ഞത്, ഞാനും വഴിയാ എന്നല്ല പറഞ്ഞത്, ഞാൻ മാത്രം, ഞാൻ തന്നെ വഴി. വഴി വഴി. സപ്പോസ് ഒരു ആംബുലൻസ് അതിവേഗം ചീറിപ്പാഞ്ഞു പോകുക, സൈറൻ മുഴക്കി. പക്ഷെ ഡ്രൈവറിന് നിർഭാഗ്യവശാൽ വഴി അറിഞ്ഞുകൂടാ, തിട്ടമില്ല. മെഡിക്കൽ കോളേജിലേക്കുള്ള അദ്ദേഹം ഓരോ കവലയിലും ചെന്ന് ആഞ്ഞി ഔട്ടുക. എന്നിട്ട് ചോദിക്കുക, മെഡിക്കൽ കോളേജിലുള്ള വഴി ഏതാ? നമ്മുടെ നാട്ടിൻ പുറത്തല്ലേ ഒരു ആംബുലൻസ് ചവിട്ടി നിർത്തിയാൽ ഒരു കൺവെൻഷനുള്ള ആള് കൂടും മട്ടം. നിമിഷ നേരം കൊണ്ട് എല്ലാവരും അടുത്തുകൂടി എന്താ ആവശ്യം? വഴി, മെഡിക്കൽ കോളേജിനുള്ള വഴി. അയ്യോ, ആണും പെണ്ണും പ്രായമുള്ളവരും ചെറുപ്പക്കാരും കുഞ്ഞുങ്ങളും